ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ 2 ദിവസം മുമ്പ് എല്ലാവരും കണ്ട ഒരു ഫേസ്ബുക്ക് ലൈവ് ആണ്. ഒരു പെൺകുട്ടി ഒരു ഓട്ടോറിക്ഷയിൽ നിന്നും ഇരുന്നിട്ട് പറയാണ്, ലൈവിൽ വരികയാണ്. ഞാൻ ഇങ്ങനെ ഒളിച്ചോടാൻ പോവാണ്, ചേച്ചിയുടെ ഹസ്ബൻഡായിട്ടാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലൈവ് ഇട്ടിട്ടുള്ള ഒരു ക്ലിപ്പ് എല്ലാവരും ഇപ്പൊ നാട് മൊത്തം കണ്ടിട്ടുണ്ടാവും. എന്താ പറയാ, നമ്മുടെ നാട് എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് പോലും നമ്മൾ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ ഒത്തിരി കേൾക്കുന്നുണ്ടല്ലേ. പക്ഷെങ്കില് ചേട്ടന്റെ ഭർത്താവ് എന്നൊക്കെ പറയുമ്പം അച്ഛന്റെ സ്ഥാനാണ് അല്ലെ. അപ്പൊ അച്ഛന്റെ സ്ഥാനത്ത് കാണേണ്ട ഒരാളെയാണ് ഈ ഒരു രീതിയിൽ കണ്ടിട്ട് ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നു, 19ാമത്തെ വയസ്സിലെങ്ങാണ്ട് പ്രണയം തുടങ്ങിയതാണെന്നൊക്കെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ഞാൻ ആ വീഡിയോ ക്ലിപ്പ് ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടൊന്നുമില്ല, കാരണം ഒത്തിരി പേര് അങ്ങനെയുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ട് എല്ലാവരും കണ്ടതാണ്. അപ്പം അച്ഛനായിട്ട് കാണേണ്ട ആളെയാണ് കാമുകന്റെ സ്ഥാനത്ത് കൊണ്ടുപോയി പിടിച്ചു നിർത്തിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രണയാണ്, തേങ്ങയാണ് മാങ്ങയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓട്ടോറിക്ഷയിൽ നിന്നും രണ്ടുപേരും ഇരുന്നിട്ടുള്ള കോപ്രായങ്ങളൊക്കെ എല്ലാവരും കണ്ടതാണ്. ആ ചേച്ചിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയല്ലേ. സ്വന്തം ഭർത്താവുമായിട്ട് അനിയത്തി പോവാണ്. അപ്പം അവളുടെ ആ ഒരു അവസ്ഥയും ഗതികേടും ഒന്ന് ആലോചിച്ച് നോക്കിയല്ലേ. നമ്മളെപ്പോലത്തെ ഒരു സാധാരണ സ്ത്രീയല്ലേ. ചിലപ്പം ഇയാള് ഭീഷണിപ്പെടുത്തുവോ അങ്ങനെ എന്തൊക്കെയൊക്കെ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. അതുകൊണ്ടായിരിക്കും ആരോടും പറയാതെ സഹിച്ചു നിന്നതാവാം. പക്ഷെ ഞാൻ പറയുന്നത്, ഒരിക്കലും അങ്ങനെ സഹിച്ചു നിൽക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഭർത്താവ് എന്ന് പറയുന്ന ആള് ഒന്നിനും കൊള്ളാത്ത ഒരാളാണെങ്കിൽ, അതല്ല ഇത്രയും വൃത്തികെട്ട രീതിയിലുള്ള സ്വഭാവ ഗുണങ്ങളുള്ള ആളാണെങ്കിൽ അവനെ ആ നിമിഷം തന്നെ ഒഴിവാക്കിയിട്ട് സ്വന്തമായിട്ട് ജോലി ചെയ്ത് അധ്വാനിച്ച്, ഒരു വീട്ടുജോലിയെങ്കിലും അധ്വാനിച്ച് നമ്മുടെ മക്കളെ പോറ്റുക. അല്ലാതെ ഇവന്മാരുടെ കൂടെ ഒന്നും ജീവിതകാലം മുഴുവൻ ജീവിച്ച് തീർക്കേണ്ട യാതൊരു ആവശ്യവും ഒരു പെൺകുട്ടിക്കും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇല്ല. ഇന്ന് നമുക്ക് എന്ത് ജോലി ചെയ്തും മാന്യമായ എന്ത് ജോലി ചെയ്തിട്ടും നമുക്ക് നമ്മുടെ കുടുംബത്തെ പോറ്റാവുന്നതേ ഉള്ളൂ. ഇതുപോലത്തെ എന്താ പറയാ, നികൃഷ്ടമായ അച്ഛനെയും അമ്മയും പെങ്ങളെയും അങ്ങനെയൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കഴിവ് കെട്ടവനെ എങ്ങനെയാണ് അവനെ വിശേഷിപ്പിക്കേണ്ടത്? അതുപോലെ തന്നെ ഇതുപോലത്തെ അനിയത്തിയായാലും ആരായാലും ഇനി അവള് തിരിച്ചു വന്നു എന്നുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയുള്ള വാർത്തകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അവള് തിരിച്ചു വന്നു കഴിഞ്ഞാലും വീട്ടില് കയറ്റരുത്. ഇതിനൊക്കെ നാട്ടിൽ തന്നെ തല്ലി ഓടിക്കുക വേണ്ട. നാട്ടുകാരൊക്കെ ചേർന്ന് തല്ലി ഓടിക്കണം ഈ വക സാധനത്തിനൊക്കെ. കാരണം ചേച്ചിയോട് ഇല്ലാത്ത ആത്മാർത്ഥതയാണ് ചേച്ചിയുടെ ഭർത്താവിനോട് ആ കുട്ടിക്ക് തോന്നിയത് അല്ലെ. ആലോചിച്ച് നോക്കിയേ. ചേച്ചിയുടെ ജീവിതമാണ്, ചേച്ചിയുടെ കുഞ്ഞുങ്ങളുടെ ജീവിതമാണ് പോകുന്നതെന്ന് ഒരു ഇത്തിരിയെങ്കിലും ഒരു വിവരം ഉണ്ടെങ്കിൽ ആ കുട്ടി അങ്ങനെ പെരുമാറുമോ? അതിനെ മന്ദബുദ്ധി എന്നും വിളിക്കാൻ പറ്റില്ല. അതിലും കഷ്ടാണ് അതിന്റെ കാര്യം. അത് ചിന്തിച്ചോ? അതിപ്പം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് അതിന്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിനെ വലിച്ചെറിഞ്ഞു. ഇനി അതിന്റെ ജീവിതം എന്താണ്? സ്വന്തം നമ്മുടെ ജീവിതം നമ്മൾ തന്നെ പടുകുഴിയിലേക്ക് ഇടുകയാണ്. സമൂഹത്തിന്റെ മുമ്പിൽ അത്രയും നാണം കെട്ടു. അല്ലെങ്കിൽ ഇച്ചിരിയെങ്കിലും ഉളുപ്പും മാനമുള്ള ഒരു കുട്ടിയാണെങ്കിൽ, ഈ ഉളുപ്പും മാനം ഉണ്ടാവില്ല, അങ്ങനെയുള്ളതാണല്ലോ ഈ വക പണിക്കൊക്കെ പോകുന്നത്. അപ്പം ഒരു യാതൊരു നാണവും മാനവും ഇല്ലാതെ ലൈവ് ഇട്ടിട്ട് എല്ലാരെയും അറിയിക്കാണ്, ഞാനിങ്ങനെ പോവാണ്. ആ കുട്ടിക്ക് കല്യാണാലോചന ഏതോ വന്ന് നിൽക്കുന്ന സമയത്താണ് പോകുന്നത്. സാലറി കിട്ടിയിട്ടേ പോകുന്നുള്ളൊരു ദൃഢപ്രതിജ്ഞയിലായിരുന്നു രണ്ടുപേരും. അപ്പൊ അവന്റെ ആ ഒരു ഇത് ആലോചിക്കുക, അവരുടെ സാലറിയും കൂടെ കിട്ടിയിട്ട് വേണം പോവാൻ. ഇപ്പൊ അവളുടെ കയ്യിലുള്ള പൈസയും കൊണ്ടുപോയ പൈസയും കാര്യങ്ങളൊക്കെ തീർന്നിട്ടപ്പോ അവൻ ഉപേക്ഷിച്ചു ഇല്ലേ. അപ്പൊ ആ പെൺകുട്ടി ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? നാളെ എന്നൊരു ചിന്തയില്ലാതെ പ്രവർത്തിക്കുന്ന എല്ലാ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഗതി ഇത് തന്നെയാണല്ലോ. ഒരാളുടെ കണ്ണീര് കൊണ്ടൊരു ജീവിതം പടർത്തിയാണെങ്കിൽ ആ ജീവിതം ഒരിക്കലും ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. അത് മാത്രല്ല, ഇതുപോലത്തെ ഒരു നാണം കെട്ട ജീവിതം എന്തിനാണ് ജീവിക്കുന്നത്? അതിലും നല്ലത് അല്ലേ. എന്തിനാണ് ഇങ്ങനെ ഒരു നാണം കെട്ട് ജീവിക്കുന്നത് അല്ലേ. ഈ കുറച്ചു നേരത്തെ ആ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് ബാക്കിയൊക്കെ മറന്നിട്ട്, സ്വന്തം ചേച്ചിയുടെ ജീവിതം പോലും മറന്നിട്ട് ഇങ്ങനെ നാട്ടുകാരെ അറിയിച്ച് കൊട്ടിഘോഷിച്ചിട്ട് പോകുന്നത്. ഒരു നാണവും മാനവും ഉളുപ്പും ഇല്ലാതെ വന്നിരുന്ന് എല്ലാവരോടും പറയാണ്, ഞങ്ങൾ ഇങ്ങനെ പോവാണ്, ചേട്ടൻ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ആ ക്ലിപ്പിൽ തന്നെ പറയുന്നുണ്ടല്ലോ, എന്താണ്, 19ാമത്തെ വയസ്സിലെങ്ങാനും തുടങ്ങിയ പ്രണയാണ്, ചേട്ടൻ ഇല്ലാതെ എനിക്ക് പറ്റത്തേ ഇല്ല, ചേച്ചിക്ക് വേണമെങ്കിൽ വന്നിട്ട് കാണാം, അതിനൊന്നും എനിക്ക് യാതൊരു പ്രശ്നമില്ല. അതായത് ചേച്ചിയുടെ ഭർത്താവിനെ ചേച്ചിക്ക് എന്റെ ഔദാര്യത്തിൽ വന്നിട്ട് കാണാം എന്നാണ് അതിൽ പറയുന്നത്. അതിന്
അത്രയും വിവരമില്ല, അത്രയും വിവരം കെട്ട ഒരു പെണ്ണ്. ഇതുപോലത്തേനൊന്നുമില്ലേ, ഇതുപോലത്തെ ഒരിക്കലും വീട്ടുകാരെ തിരിച്ചു വന്നാൽ പോലും അടുപ്പിക്കരുത്. അടുപ്പിക്കരുത് മാത്രമല്ല, എല്ലാവരും കൂടി അതിനെ തല്ലി ഓടിക്കണം, എന്നെങ്കിലേ അതൊക്കെ പഠിക്കത്തുള്ളൂ. അല്ലെ, എന്തൊരു നാണം കെട്ട ഇതൊക്കെ മറ്റ് സ്ത്രീകൾക്ക് കൂടി എന്തൊരു അപമാനമാണ് ഇങ്ങനെയുള്ള ഓരോ കോലാഹലങ്ങൾ കാണിക്കുന്നത്, അല്ലെ. ആണായാലും പെണ്ണായാലും ഇങ്ങനെയുള്ള വൃത്തികെട്ട കാര്യങ്ങൾ കാണിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് നാളെ സമൂഹത്തിന്റെ മുമ്പിൽ എങ്ങനെ നമ്മൾ പുറത്തിറങ്ങും എന്നെങ്കിലും ഒന്ന് ചിന്തിച്ചൂടെ, അല്ലെ. അവരുടെ കുടുംബക്കാരും, ഇനിയിപ്പം ആ പെൺകുട്ടിയുടെ വീട്ടുകാരാണെങ്കിലും അയാളുടെ വീട്ടുകാരാണെങ്കിലും അവര് കാരണം എന്തോരം നാണം കെട്ടു, അല്ലേ, ഈ രണ്ട് വ്യക്തികൾ കാരണം. ഇതിനൊക്കെ എന്താ പറയാ, ഇതിനൊക്കെ പറയേണ്ടതല്ലേ. ഇതൊക്കെ കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കുന്നത് എങ്ങനെയാണ്, അല്ലെ. നമ്മൾ സ്ത്രീകളാണ്, നമ്മളും ഭാര്യമാരാണ്, അല്ലെ. ഇതുപോലത്തെ ഒക്കെ ഉള്ളത് നമുക്കൊക്കെ നാണക്കേടാണ്. ലോകത്തുള്ള എല്ലാ സ്ത്രീകൾക്കും നാണക്കേടാണ് ഇതുപോലത്തെ ജന്മങ്ങളൊക്കെ ഉള്ളത്. എന്നാലും അവൻ എന്തൊരു പോങ്ങനാണ്, അല്ലേ. ഈ ഭാര്യയുടെ അനിയത്തിയെ സ്വന്തം അനിയത്തിയായിട്ടും മകളായിട്ടൊക്കെ കാണേണ്ട സ്ഥാനത്താണ് അവൻ ഇമാതിരി. അവന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം അവൻ മഹാ മിസ്റ്റേക്ക് ആണെന്ന്. അവനെ കാണുമ്പോൾ തന്നെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. രണ്ടും കൂടി ഓട്ടോറിക്ഷയിൽ ഇരുന്നിട്ട് കാണിക്കുന്ന കോപ്രായങ്ങള്. എന്താ പറയണ്ടേ, ആത്മാർത്ഥ പ്രണയിതാക്കളാണ് എന്നുള്ള രീതിയിലാണ് ഓട്ടോറിക്ഷയിൽ ഇരുന്നിട്ട് ലൈവൊക്കെ ഇടുന്നത്. എന്നിട്ട് ഒരു 2 ആഴ്ച പോലും തികച്ചില്ല, അതിനു മുമ്പേ അവളെ അങ്ങ് കളഞ്ഞു. ആ പെണ്ണിന് അതന്നെ കിട്ടണം. ആ പെണ്ണിന് അത് കിട്ടിയാൽ പോരാ, അതിൽ കൂടുതൽ കിട്ടണം. കാരണം ഒന്നും ചിന്തിക്കാതെ, യാതൊരു വെളിവും ഇല്ലാതെ ഇതുപോലത്തെ ഓരോ കോപ്രായങ്ങൾ കാണിക്കുന്ന എല്ലാത്തിനും അതുപോലെ പടുകുഴിയിൽ തന്നെ വരണം. അതൊന്നും ഒരിക്കലും നന്നാവരുത്. എന്ത് കണ്ടിട്ടാണ് ഈ പെൺകുട്ടികളൊക്കെ ഇങ്ങനത്തെ ഓരോ കോപ്രായങ്ങൾ കാണിക്കണേന്ന് മനസ്സിലാവുന്നില്ല. ഒരു ഒരു മിനിമം കോമൺ സെൻസ് പോലും ഇല്ലാതായിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ. ഒരു മിനിമം കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നാളെ സമൂഹത്തിലേക്ക് ഇറങ്ങേണ്ടതാണ്. എൻ്റെ വീട്ടുകാർ, ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാർക്കും ഒക്കെ നാണക്കേടാണ്. അവർക്ക് നാലാൾക്കാരുടെ മുമ്പിൽ ഇറങ്ങി ചെല്ലാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ സ്വന്തം ചേച്ചിയുടെ ലൈഫാണ്, ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്നുള്ള വിവരം പോലും ഒരു പെൺകുട്ടിക്ക് ഇന്നത്തെ കാലത്ത് ഇല്ലാതായി പോയോ, അല്ലേ. അതിനെയൊന്നും, ഇങ്ങനെ ചിന്തിക്കുന്ന പെൺപിള്ളേരെ ഒന്നും ഒരിക്കലും വീട്ടിലും നിർത്തരുത്, നാട്ടിലും നിർത്തരുത്. അതിനൊക്കെ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് വെച്ച് നാട്ടുകാർ തല്ലി ഓടിക്കണം. എൻ്റെ അഭിപ്രായം അതാണ്. ഇതിനൊന്നും അടുപ്പിക്കാനേ പാടില്ല. ഇങ്ങനെ നാണം കെട്ട് ചേച്ചിയുടെ ജീവിതം നശിപ്പിച്ചിട്ട് പിന്നെയും തിരിച്ചു വരാനുള്ള ആ ഒരു തൊലിക്കട്ടി, അല്ലേ. കാണ്ടാമൃഗത്തിന് പോലും ഇത്രയും തൊലിക്കട്ടി ഉണ്ടാവില്ല. അതിനേക്കാളും വലിയ തൊലിക്കട്ടിയാണ് ഈ സാധനത്തിന്. അല്ലെങ്കിൽ അത് വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരുമോ, അല്ലേ. ഇത്രയും നാണം കെട്ട പരിപാടിയൊക്കെ ചേർന്നിട്ട്. നാട് എങ്ങോട്ടാണ് പോണത്, കാലം എങ്ങോട്ടാണ് പോണേ ഒന്നും അറിയത്തില്ല. ഇനിയും ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കേൾക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അത്രേ പറ്റത്തുള്ളൂ. നാളെ ആർക്കും ഇങ്ങനെയൊരു വൃത്തികെട്ട ബുദ്ധിയൊന്നും ആരുടെ തലയിലും ഉദിക്കാതിരിക്കട്ടെ. അപ്പൊ എല്ലാവരും ബൈ.